എന്നെങ്കിലും ഒരു ദിവസം നമ്മൾ രാവിലെ എഴുന്നേക്കാൻ വൈകിപ്പോയാൽ നമ്മൾ പറയും നമുക്കിന്ന് ഉപ്പുമാവ് ഉണ്ടാക്കിയാലോ എന്ന്. അപ്പോഴേക്കും എല്ലാവരുടെ മുഖമൊക്കെ അങ്ങോട്ട് ചുക്കി ചൊളിയാൻ തുടങ്ങൂലേ. പക്ഷെ ഒന്ന് ആലോചിച്ചിട്ടുണ്ടോ, നമ്മൾ എവിടെയെങ്കിലും യാത്ര പോകുമ്പോഴോ എന്തെങ്കിലും ആവശ്യത്തിന് എവിടെയെങ്കിലും പുറത്തേക്കൊക്കെ പോകുമ്പോൾ ചിലപ്പോൾ നമ്മൾ വിചാരിച്ച രീതിയിലുള്ള ഭക്ഷണമൊന്നും കിട്ടിയെന്ന് വരില്ല. അപ്പോൾ ചിലപ്പോൾ ഹോട്ടലുകളിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും ആയിക്കോട്ടെ പറയും ഉപ്പുമാവുണ്ട് തരട്ടെ എന്ന് ചോദിക്കും. എന്നാൽ മതി എന്ന് പറഞ്ഞ് നമ്മൾ വിശന്നിരിക്കുമ്പോൾ ആ ഉപ്പുമാവിൻ്റെ രുചി അതൊരു പ്രത്യേക ടേസ്റ്റ് അല്ലേ. പക്ഷേ വീട്ടിലുണ്ടാക്കുമ്പോൾ എല്ലാവർക്കും ഉപ്പുമാവോ എന്നും പറഞ്ഞ് മുഖം കൂടി ചുളുങ്ങി കാണിക്കും അല്ലേ. അപ്പോൾ എന്തായാലും ഇന്ന് ഞാൻ വൈകിപ്പോയിട്ടോ എഴുന്നേക്കാൻ. അപ്പോൾ ഞാനും വിചാരിച്ചു എന്നാൽ പോട്ടെ ഇന്നൊരു ഉപ്പുമാവ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ എല്ലാം കൂടി കടുകും വറുത്ത് കപ്പലണ്ടി ഇട്ടു കേട്ടോ, അതൊരു സ്പെഷ്യലാണ്. പിന്നെ സവാള, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി വെളുത്തുള്ളി ഇല്ലാട്ടോ സോറി, പിന്നെ കറിവേപ്പിലയൊക്കെ കൂടി ഇട്ട് നന്നായിട്ട് വഴറ്റി കൊടുത്ത് ഒരു കപ്പ് റവയ്ക്ക് 1.5 കപ്പ് വെള്ളം കേട്ടോ ഞാൻ ഒഴിച്ചത്. കുറച്ച് കായവും ഉപ്പൊക്കെ ഇട്ടു. പിന്നെ വെള്ളം തിളച്ച് വരുമ്പോൾ റവ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തു. കട്ടയൊന്നും ഇല്ലാതെ ചെയ്യണം കേട്ടോ. ഞാൻ ഒരു കയ്യിൽ ക്യാമറയും വെച്ചുകൊണ്ടാണ് ചെയ്യണത്, അതുകൊണ്ട് എനിക്ക് പെട്ടെന്ന് ഇളക്കാൻ പറ്റിയില്ല. അങ്ങനെ എല്ലാം കൂടി നന്നായിട്ട് ഇളക്കി കൊടുത്ത് മിക്സ് ചെയ്ത് അവസാനം ഒരു കാര്യം കേട്ടോ, ഈ ഉപ്പുമാവിന് ടേസ്റ്റ് കൂടണമെങ്കിൽ നമ്മളെല്ലാം കഴിഞ്ഞിട്ട് ഒന്ന് വെന്തൊക്കെ വരില്ലേ, അവസാനം പറ്റുമെങ്കിൽ ഒരു സ്പൂൺ നെയ്യ് ഒഴിക്കാം, അല്ലെങ്കിൽ നല്ലെണ്ണ ഒഴിക്കാം കേട്ടോ. അതിനൊരു പ്രത്യേക രുചിയായിരിക്കും. കാരണം അങ്ങനെ അറിയാത്തവരുണ്ടെങ്കിൽ ഒന്ന് പരിശോധിക്കോളൂ കേട്ടോ. പിന്നെ നമ്മുടെ നാളികേരം ഉണ്ടല്ലോ, നമുക്ക് ഉപ്പുമാവിന് അതൊക്കെ ഇട്ടാലല്ലേ ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ. അങ്ങനെ നാളികേരവും ചേർത്ത് കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് കുറച്ച് മല്ലിയില ഇട്ടിട്ട് ഒക്കെ കൂടി ഇങ്ങനെ അടച്ച് വെച്ചു. 2 മിനിറ്റ് അങ്ങനെ ഇരുന്ന് വെന്ത് കഴിഞ്ഞിട്ട് ഗ്യാസ് ഓഫ് ചെയ്യാം. അങ്ങനെ ഉപ്പുമാവ് റെഡിയായി കഴിഞ്ഞു. ഇനി എന്ത് ചെയ്യണം, ഇനി കഴിക്കണോ അല്ലേ. അപ്പോൾ ചേട്ടനെ വിളിച്ചു, ചേട്ടൻ പറഞ്ഞു എനിക്കിപ്പോൾ വേണ്ടാന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ ഞാൻ ഒന്നും ആലോചിച്ചില്ല, ഞാൻ വേഗം തന്നെ എൻ്റെ പ്ലേറ്റിലേക്ക് എടുത്ത് ഇടാൻ പോവാം കേട്ടോ. നല്ല തേങ്ങാ ചട്നി അരച്ച് വെച്ചിരുന്നു. അപ്പോൾ പിന്നെ അത് ആ ചൂടോടുകൂടി കഴിച്ചാലാണ് അതിൻ്റെ ടേസ്റ്റ് വരുള്ളൂ അല്ലേ. സമയം 9:45 മക്കളെ. അപ്പോൾ ഞാൻ കഴിക്കട്ടെ. അപ്പോൾ നാളെ വീണ്ടും കാണാം കേട്ടോ.